കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങളോട് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. നമ്മുടെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് കടന്നു വരുവാൻ നീ കൊടുത്ത അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നിൻ്റെ വലിയ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഓരോ ദിവസവും ഒരു നിമിഷവും ദൈവം തരുന്നൊരു ദാനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് രാവിലെ പാട്ടുകൾ പാടി ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ പോകുന്നു കർത്താവെ. മുഴുവൻ മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് കർത്താവെ പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല പാട്ടുകൾ തരണമേ, നല്ല ആരാധന തരണമേ, നല്ല വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് രാവിലെ നമ്മൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. നിങ്ങളും ഞങ്ങളോട് കൂടെ ചേർന്ന് നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളടിച്ച് ഉറക്കെ ഞങ്ങളോട് കൂടി ദൈവത്തെ ആരാധിക്കാം. പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകളെല്ലാം ചേർന്നുള്ള ഒരു ആരാധനയായിരിക്കും. ആദ്യമായിട്ട് ഞങ്ങൾ പാടാൻ പോകുന്നത് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ. ആ പാട്ട് നമ്മൾ പാടി ഒരുമിച്ച് ദൈവത്തെ നമുക്ക് ഇപ്പോൾ ആരാധിക്കാം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം
തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, എണ്ണി എണ്ണി സ്തുതിക്കുവാ. ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. ഞങ്ങളോട് കൂടെ ചേർന്ന് പാടിക്കേ. നിനക്കെതിരായി വരും, നിനക്കെതിരായി വരും, ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും, ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരൻ നീതിയവൻ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. ഒരിക്കൽ കൂടെ, നിനക്കെതിരായി വരും, ഒരായുധം ഫലിക്കയില്ല എന്ന് നമുക്ക് പാടാം. നിനക്കെതിരായി വരും, ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും, ഒരായുധവും ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരൻ നീതിയവൻ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ, ഇന്നയോളം
തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം. നന്ദി കർത്താവേ, നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, എണ്ണി എണ്ണി സ്തുതിക്കുവാ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ഒരിക്കൽ കൂടെ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാ. എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിടാൻ, എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിടാൻ, എത്ര ബഹുലമത്. ചേർന്ന് പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ആയിരം നാവുള്ളതു, ആയിരം നാവുളരാതെ വർണ്ണിപ്പതിനെഴുതോ പതി. ആയിരത്തിങ്കലോ അംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ പതി. ആയിരത്തിങ്കലോ അംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. ചേർന്ന് പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന, മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏക ജാതനമേശുവേ, പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏക ജാതനമേശുവേ, പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ചേർന്ന് പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അതു. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു. ഒരിക്കൽ കൂടെ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അതു. ചിന്തയിലടങ്ങാ
സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിൽ അടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ആയിരം ആയിരം അതിന് പാപത്താൽ നിന്നെ ഞാൻ ഖേദിച്ചിട്ടുള്ളൊരു കാലത്തിലും ദയവായി, പാപത്താൽ നിന്നെ ഞാൻ ഖേദിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി, സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നേ. സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തതിൽ ആശ്ചര്യമേറിടുന്നേ. എല്ലാവരും ചേർന്ന് പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ, ചിന്തയിൽ അടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിൽ അടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അതു ചിന്തയിൽ അടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. 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 ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമാണ്. പാപിയായ നമ്മളെ ദൈവം സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത് ദൈവമക്കളായി നമ്മളെ മാറ്റി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. നമുക്ക് പുകഴുവാൻ, നമുക്ക് പറയുവാൻ ഒന്നുമില്ല. ജാതികൾ എന്നൊരു വംശത്തിൽ നിന്ന് നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് He has chosen us, put his new life in us. നമ്മളിൽ പുതിയൊരു ജീവൻ തന്നിരിക്കുന്നു, പുതിയൊരു സ്വഭാവം, പുതിയൊരു നിയമം, പുതിയൊരു ഉടമ്പടി നമ്മളിൽ ഉണ്ടാക്കി. ഹല്ലേലൂയ. പുതിയ കാര്യങ്ങൾ നമ്മളിൽ ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന പിതാവ്. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന പുത്രൻ, നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. ആ ത്രിയേക ദൈവത്തെ പിന്നെയും പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാമെന്ന പഴയ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി
ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം, യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയാൽ ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയാൽ ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഒന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരൻ കണ്ണുകൾ തുറക്കും, കാത് കേട്ടിടും ചെകിടർക്കുമേ. കുരുടരൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. മുടന്നുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. മുടന്നുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം.
ഞങ്ങളോടുകൂടി ചേർന്ന് പാടാം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. ഞങ്ങളങ്ങ് ആരാധിക്കുന്ന കർത്താവേ, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാനാധിവാനവനേശുവിൻ നാമം. വാനിലും ഭൂവിലും മേലായ നാമം, വാനാധിവാനവനേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാഗ്ദത്തം അഖിലവും നൽകിയിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. വാഗ്ദത്തം അഖിലവും നൽകിയിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം വണങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാഗ്ദത്തം അഖിലവും നൽകിയിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. വാഗ്ദത്തം അഖിലവും നൽകിയിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ചേർന്ന് പാടാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ആരാധിക്കാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. അവസാനമായി ചേർന്ന് പാടാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഹല്ലേലൂയ.
യേശുവിൻ്റെ നാമത്തെ പോലെ വേറൊരു നാമമില്ല. വാനിലും ഭൂവിലും മേലായ നാമം. ഹല്ലേലൂയ. ആ നാമം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ദൂതന്മാർ ആർത്ത് വിളിച്ച് ഈ വലിയ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നാം കൃപ ലഭിച്ചവരാണ്. ഹല്ലേലൂയ. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ എന്ന അടുത്ത പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളടിച്ച് ഞങ്ങളോട് കൂടി ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഒരിക്കൽ കൂടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഒരിക്കൽ കൂടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന് ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന് ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേൽ എന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേൽ എന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ഓ ആരാധന
ആരാധന ആരാധന യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന മിസ്രൈം എന്ന ദേശത്തിൽ മുഴങ്ങി വന്ന മോശയുടെ ദൈവത്തിന് ആരാധന സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന മിസ്രൈം എന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന 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 യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ഒരിക്കൽ കൂടെ ആരാധന ആരാധന യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം ആരാധന ആരാധന യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ചേർന്ന് പാടാം ആരാധന ആരാധന യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ഞങ്ങളെ ആരാധിക്കുന്നു ആരാധന ആരാധന യാ എന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ആരാധന ഹല്ലേലൂയ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഹല്ലേലൂയ യാ എന്ന ദൈവത്തിന് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ഹല്ലേലൂയ യാക്കോബിന്റെ ദൈവത്തിന് ആരാധന ഇസ്രായേലിന്റെ ദൈവത്തിന് ആരാധന അബ്രഹാമിന്റെ ദൈവത്തിന് ആരാധന മോശയുടെ ദൈവത്തിന് ആരാധന ഓ ഹല്ലേലൂയ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ ഇത്രമാത്രം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുവാൻ നീ ഞങ്ങളുടെ ഉടയവനാണ് നീ ഞങ്ങളുടെ ഓഹരിയാണ് നീ ഞങ്ങളുടെ ആശ്രയമാണ് നീ ഞങ്ങളുടെ ആശ്വാസമാണ് ദൈവമേ ഹല്ലേലൂയ അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സൃഷ്ടികളോട് കൂടി ചേർന്ന് രാവിലെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ ദൂതന്മാരോട് കൂടി ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ ഹല്ലേലൂയാ 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 ആമേൻ ഓ ഹല്ലേലൂയാ 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 ആമേൻ ആശ്വാസം നീയേ ആശ്രയം നീയേ അങ്ങേ ഞാൻ ആരാധിക്കും ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ ആരാധിക്കും കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാം ഹല്ലേലൂയാ 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 ആമേൻ യേശുവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ
വഴിയും നീയേ, സത്യവും നീയേ. അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ഹല്ലേലൂയാ, 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 ആമേൻ. ഓ ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഓ ഹല്ലേലൂയാ, 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 ആമേൻ. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ അങ്ങേ ഞാൻ ആരാധിക്കും. ചെന്ന് പാടാം. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. അവസാനമായി ചേർന്ന് പാടാം നമുക്ക്. ഹല്ലേലൂയാ, 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 ആമേൻ. ഓ ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഓഹരിയായിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഔഷധമായിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ആശ്വാസമായിരിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം, ദാനിയേലിൻ്റെ ദൈവം, ഇസഹാക്കിൻ ദൈവം, ഹല്ലേലൂയ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഏലിയാവിൻ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു രാവിലെ. തുടർന്ന് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.
കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും പിന്നെയും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ആയിരിക്കുവാൻ, ഭവനങ്ങളിലായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മുടെ ആരാധനകൾ ഇപ്പോഴും ഓൺലൈൻ സർവീസിൽ തന്നെയാണ് നടക്കുന്നത്. പൊതുവായ ആരാധന സ്ഥലത്തിൽ നമ്മുടെ ആരാധന നമ്മൾ തുടങ്ങിയിട്ടില്ല. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ മഹാമാരി കാരണം നമ്മളത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ ഓൺലൈൻ മൂലം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി. നിങ്ങളെല്ലാവരും ഓൺലൈൻ മൂലമായിട്ട് കാണുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് വലിയ കൃപകൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ ആദ്യമായിട്ട് കേൾക്കുന്ന, ശ്രവിക്കുന്ന എല്ലാവരെയും ഓർത്ത്, നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ആരാധനയുടെ ഭാഗമായിട്ട് സ്തോത്രാഴ്ചകൾ, ദശാംശങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന GPay നമ്പറിൽ നിങ്ങളുടെ സ്തോത്രാഴ്ചകൾ ഇപ്പോൾ നിങ്ങൾക്ക് അയക്കാം. UPI ID അവിടെ ഉണ്ട്. അതിൽ നിങ്ങളുടെ സ്തോത്രാഴ്ചകൾ അല്ലെങ്കിൽ ദശാംശങ്ങൾ ഇപ്പോൾ കൊടുക്കുവാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ സ്തോത്രാഴ്ചകൾ, ദശാംശങ്ങൾ കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന തൊഴിൽ, ബിസിനസ്, ജോലി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിപ്പോൾ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്നതെല്ലാം കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിലിരിക്കുന്ന എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഇന്ന് രാവിലെ കർത്താവെ ദൈവത്തിൻ്റെ ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ, ഒരു നന്മ ആവശ്യമുണ്ടെങ്കിൽ, ഒരു സൗഖ്യം ഇന്ന് രാവിലെ ആവശ്യമുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന ആർക്കെങ്കിലും ദൈവത്തിൻ്റെ ഒരു കർത്താവ് വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അവരെ വിടുവിക്കുമാറാകണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ദേശങ്ങളിൽ പകർന്നു വരുന്ന ഈ മഹാമാരിയിൽ നിന്ന് എല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് അങ്ങയുടെ സ്ഥലങ്ങൾ ഇരിക്കുന്നു, ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ, വചനത്തിൽ ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി പല ചിന്തകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്നു. പുതിയതൊന്ന് ദൈവം എപ്പോഴാണ് നൽകുന്നത്, എങ്ങനെ നൽകും, ഏതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാണ് ഈ പുതിയത് നമുക്ക് നൽകുന്നത് എന്നീ പല വിഷയങ്ങൾ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്നു. ഇന്ന് രാവിലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു പ്രിൻസിപ്പിളായിട്ട്, തത്വമായിട്ട് എങ്ങനെയാണ് ദൈവം പുതിയതൊന്ന് നൽകുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ആ പുസ്തകം ഇസ്രായേൽ ഗ്രഹത്തിനും യഹൂദ ഗ്രഹത്തിനും നടന്ന വീഴ്ചയുടെ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രവചനം യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അവരുടെ അധപതനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകൻ ഈ ഒരു പ്രവചനം അവർക്ക് കൊടുക്കുന്നു. എന്തുവാ? ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. ഇസ്രായേൽ ഗ്രഹത്തിനും യഹൂദ ഗ്രഹത്തിനും ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി പ്രകാരം ദൈവം അവർക്ക് ദൈവമായും ഇസ്രായേൽ ഗ്രഹം, യഹൂദ ഗ്രഹം ദൈവത്തിന് ജനമായിരിക്കുമെന്നൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി പ്രകാരം ദൈവം പറയുന്ന ന്യായ പ്രമാണത്തിൽ അവർ നടക്കണമായിരുന്നു, അവർ അനുസരിച്ച് നടക്കണമായിരുന്നു. ആ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹത്തിനും യഹൂദ ഗ്രഹത്തിനും വന്ന ഒരു വീഴ്ചയാണ്, ഒരു ഡിക്ലൈനാണ് നമ്മൾ കാണുന്നത്. അവർ പാപം ചെയ്യാൻ തുടങ്ങി. മറ്റ് ദൈവങ്ങളെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി, അവരുടെ ദേശത്ത് കൊണ്ടുവരാൻ തുടങ്ങി. അത് കാരണം ബുദ്ധികളായി
അല്ലെങ്കിൽ മത്സര ബുദ്ധിയുള്ളവരായി അവർ മാറാൻ തുടങ്ങുന്നു. അതുമാത്രമല്ല, അവർ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങുന്നു. അനുസരണക്കേട്, മത്സരബുദ്ധി, പാപം വന്നതോടെ ദൈവത്തിൻ്റെ ന്യായവിധി ദേശത്തിന്മേൽ വരുന്നു. ദേശത്തിന്മേൽ ന്യായവിധി വന്നപ്പോൾ പല രാജാക്കന്മാർ, പല ദേശങ്ങൾ അവരെ വന്ന് കീഴടക്കുന്നു. അവർ അടിമകളായി മാറുന്നു. അങ്ങനത്തെ ഒരു സൈക്കിൾ, വിശ്വകരമായ ഒരു കാലചക്രം ഇങ്ങനെ നടന്നുകൊണ്ട് വന്നു. ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ ചരിത്രത്തിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. യഹൂദ ഗ്രഹത്തിൻ്റെ ചരിത്രത്തിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പാപം ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് ദൂരെ പോകുന്നു, ദൈവം അവരെ ശിക്ഷിക്കുന്നു, അവർ മാനസാന്തരപ്പെടുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ പിന്നെയും അവർ പാപം ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് ദൂരെ പോകുന്നു, ദൈവം അവരെ ശിക്ഷിക്കുന്നു, അവർ മാനസാന്തരപ്പെടുന്നു. എന്നാൽ പിന്നെയും ഈ ഒരു വിശ്വകരമായ ഈ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ക്രമം, ലൈഫ് പാറ്റേണിൽ കൂടെ അവർ പോയിക്കൊണ്ടിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് യെശയ്യാ പ്രവാചകൻ പ്രവചനമായിട്ട് ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും കൂടെ പറയുന്നത്, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. See, I am about to do a new thing. ഞാനിത് നമ്മുടെ ജീവിതത്തോടു കൂടെ ഞാൻ ഒന്ന് കമ്പയർ ചെയ്ത് ഞാൻ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വിശ്വാസികളായ നമ്മൾ ഈ ഒരു സൈക്കിൾ കൂടെ നമ്മൾ പോകുന്നത്. ദൈവത്തോട് അടുക്കുന്നു, പിന്നെ പാപം ചെയ്യുന്നു, പിന്നെ ദൂരെ പോകുന്നു, ശിക്ഷ വരുന്നു, പിന്നെ നമ്മൾ അത് ശിക്ഷ മാറ്റുവാൻ വേണ്ടി ഏതാണ്ടൊക്കെ ചെയ്യുന്നു, മാനസാന്തരപ്പെടുന്നു. പിന്നെ ഈ ഒരു സൈക്കിൾ, ഈ ഒരു ലൈഫ് പാറ്റേണിൽ വിശ്വാസികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സൈക്കിൾ എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യം ഞാൻ എടുത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ, പിന്നെ അതിൻ്റെ 24-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19, 20, പിന്നെ 24-ാമത്തെ വാക്യം ഞാൻ എടുത്ത് വായിക്കുന്നു. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാതെ തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ നമ്മളിരിക്കുന്ന പാപം നമ്മളെ ഇത് ചെയ്യുവാൻ നമ്മളെ തൂണ്ടുന്നു, അല്ലെങ്കിൽ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നു എന്ന കാര്യം. 24-ാമത്തെ വാക്യത്തിൽ, അതേ അധ്യായത്തിന് 24-ാമത്തെ വാക്യത്തിൽ, റോമർ 7:24, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? wretched man that I am, who will deliver me? ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു. ഇച്ഛിക്കുന്നതല്ല ചെയ്യുന്നത്, ചെയ്യുവാൻ ആഗ്രഹമില്ലാത്തത് ഞാൻ ചെയ്യുന്നു, ഇത് എന്നിലിരിക്കുന്ന പാപമത്രേ. അപ്പോൾ ഇസ്രായേൽ ഗ്രഹത്തിനും യഹൂദ ഗ്രഹത്തിനും അതേ ഒരു പ്രശ്നമായിരുന്നു. മാനസാന്തരപ്പെടുന്നു, എന്നാൽ ചില കാലങ്ങൾ കഴിയുമ്പോൾ പിന്നെയും ആ ചക്രത്തിൽ കൂടെ, പിന്നെയും വിഷകരമായ ചക്രത്തിൽ കൂടെ, കാലചക്രത്തിൽ കൂടെ പിന്നെയും അവർ പോകുന്നു. അങ്ങനെ തന്നെ വിശ്വാസികളുടെ ജീവിതം പലപ്പോഴും. ഇതിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണം, നമുക്കൊരു രക്ഷ വേണം. എന്ത് നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചിലർ ചിന്തിക്കും, നമ്മൾ നല്ലത് ചിന്തിച്ചാൽ ഇതിൽ നമുക്ക് രക്ഷ കിട്ടും. തിങ്ക് കറക്റ്റ്, അല്ലെങ്കിൽ നല്ല ചിന്തകൾ വന്നാൽ, പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചാൽ. എന്നാൽ പോസിറ്റീവായി ചിന്തിക്കുന്നതിൽ എനിക്കൊരു വ്യത്യാസം വരണമെന്നില്ല. ചില നാളുകൾ അത് കാണുമായിരിക്കും, എന്നാൽ പിന്നെയും ഈ ഒരു സൈക്കിളിൽ പിന്നെയും ഞാൻ വീഴും. ശരി, നല്ലത് പ്രവർത്തിക്കാം, ഡു ബെറ്റർ, ആക്ട് ബെറ്റർ. നല്ല പ്രവർത്തികൾ വന്നാൽ ചിലപ്പോൾ ഇതിൽ നിന്നൊരു രക്ഷ വരും. അത് പരിശ്രമിക്കും. എന്നാൽ അതും ചില കാലഘട്ടത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ശരി, എൻ്റെ പരിസ്ഥിതി ഒന്ന് ശരിയാക്കിയാൽ, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, എനിക്ക് നല്ലൊരു കല്യാണം, എനിക്ക് നല്ലൊരു വാഹനം, എനിക്ക് നല്ലൊരു വീടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മാറും. ഞാൻ എല്ലാം അടങ്ങി ഒന്ന് ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെയും ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാറ്റും, ചെയ്യുന്നത് മാറ്റും, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ മാറ്റും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഹൂ വിൽ ഡെലിവർ മീ ഫ്രം ദിസ് സ്റ്റേറ്റ്? ഈ ഒരു മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ കൂടെ അങ്ങനെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഉദാഹരണം പറയാൻ പോകുകയാണ്. ഒരു പന്നി നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നു.
അതിനെ കഴുകി തേച്ച് അതിൻ്റെ പല്ലെല്ലാം ബ്രഷ് ചെയ്ത് നല്ല കുളിപ്പിച്ച് നല്ല പൗഡറൊക്കെ ഇട്ട് പുതിയ വേണമെങ്കിൽ നല്ലൊരു പെർഫ്യൂം ഇട്ട് നമുക്ക് വേണമെങ്കിൽ ടി വിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഒരു ആത്മീയ ചാനൽ കൂടെ തുറന്ന് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് കാണിപ്പിക്കാം. എന്നാൽ നമ്മുടെ വീടിൻ്റെ വാതിൽ തുറക്കുന്ന ഉടനെ അടുത്ത് കിടക്കുന്ന ചെളിക്കുഴിയിൽ അത് പിന്നെയും ഓടിപ്പോകും. ഒരു പന്നി, അത് പന്നിയുടെ സ്വഭാവമാണ്. പന്നിയിൽ ഇരിക്കുന്ന ഒരു ഇഷ്ടമാണത്. അതിനെ നമുക്ക് മാറ്റാൻ കഴിയുന്നത്. എത്ര പൗഡർ ഇട്ടാലും എത്ര ആത്മീയ ചാനൽ നമ്മളെ കാണിച്ചാലും ആ സ്വഭാവത്തിലോട്ട് പിന്നെയും അത് ഓടിപ്പോകും. അപ്പോൾ നല്ലത് ചിന്തിക്കുന്നതിലും നല്ലത് പ്രവർത്തിക്കുന്നതിലും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടന്നാൽ എൻ്റെ കാര്യങ്ങൾ മാറുമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കത്തില്ല. നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ദർ ഹാസ് ടു ബി എ ന്യൂ വേ. പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പുതിയൊരു സ്വഭാവം നമ്മളിൽ വരണം. പുതിയ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു രൂപാന്തരം നമ്മളിൽ വന്നാലേ ഈ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിപൂർണമായ ഒരു മോചനം കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു പ്രസംഗിച്ചു കൊണ്ടുവന്ന ഒരു കാര്യമാണ് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 15 നിന്ന് ഞാൻ വായിക്കുന്നു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. 17-ാമത്തെ വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പ്രസംഗിച്ച കാര്യം ഇത് തന്നെയാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ സമീപത്തിൽ വന്നു കഴിഞ്ഞു. അതിന് അർത്ഥം എന്തുവാ? ഒരു കാലത്ത് പഴയ നിയമത്തിൻ്റെ ഒരു പഴയ ഉടമ്പടി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയൊരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പുതിയൊരു ഉടമ്പടി ഉണ്ടാക്കും. ഹി വിൽ മേക്ക് ഓർ ബ്രിങ് എ ന്യൂ കവനന്റ് എന്ന കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന് ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യേശു പ്രസംഗിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് ആവശ്യം. നല്ലൊരു ചിന്ത, നല്ലൊരു പ്രവൃത്തി, നല്ല സാഹചര്യങ്ങളല്ല നമുക്ക് ആവശ്യം. നമുക്ക് ദൈവം ആവശ്യമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാ 31-ൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്നു, എ ന്യൂ കവനന്റ്. കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈപിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞുവെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഇതാ പുതിയ നിയമം. എന്തുവാ? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പഴയൊരു നിയമം അല്ലെങ്കിൽ പഴയൊരു ഉടമ്പടി ഇസ്രായേൽ ഗ്രഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുന്നത് പുതിയൊരു നിയമം ഞാൻ ചെയ്യാൻ പോകുകയാണ്. അത് നല്ല ചിന്തയിൽ, നല്ല പ്രവൃത്തിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച്, നമുക്ക് വേണ്ടി അയച്ച് പുതിയൊരു നിയമം നമുക്ക് വേണ്ടി സ്ഥാപിക്കുന്നു പിതാവായ ദൈവം.
ഈ പുതിയ നിയമം എന്തുവാ? ബാഹ്യമായ ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എൻ ഔട്ട്വേർഡ് തിങ്, ഇറ്റ്സ് എൻ ഇൻവേർഡ് തിങ്. ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യം. പഴയ നിയമം ബാഹ്യമായി നടന്ന കാര്യമാണ്, ഔട്ട്വേർഡ്, ഫ്ലഷിൽ. എന്നാൽ പുതിയ നിയമത്തിൽ ഇറ്റ്സ് എൻ ഇൻവേർഡ് തിങ്, ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യം. മാംസത്തിലല്ല, നമ്മുടെ ആത്മാവിൽ നടക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. ഇറ്റ്സ് എൻ ഇൻറ്റേർണലൈസേഷൻ ഓഫ് ഫെയ്ത്ത്. അതായത് ആന്തരികവൽക്കരണമായിരിക്കും, ഇൻറ്റേർണലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് പുതിയ നിയമം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം നടക്കണമെങ്കിൽ, ഇഫ് ദർ ഹാസ് ടു ബി എ ന്യൂ തിങ്, ദർ ഹാസ് ടു ബി എ ന്യൂ കവനന്റ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. അത് യേശു ക്രിസ്തു പഴയ നിയമത്തെ പൂർത്തിയാക്കി പുതിയൊരു നിയമം നമുക്ക് നൽകിയിരിക്കുന്നു. ദർ ഇസ് എ ന്യൂ കവനന്റ്. ആ ഒരു പുതിയ നിയമത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 33-ാമത്തെ വാക്യത്തിൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. പുതിയ നിയമത്തിൽ ദൈവം നമ്മളോട് അടുത്ത് വരുന്നു. പഴയ നിയമത്തിൽ ദൈവം ദൂരെ നിൽക്കുന്നു. ബാഹ്യമായ ഒരു നിയമം, ബാഹ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു യാഗം കഴിക്കണം. ദൂരത്ത് നിൽക്കുന്ന ദൈവം, അടുത്ത് ചെല്ലാൻ ഒക്കത്തില്ല. ആ ടാബർനാക്കിലിനകത്തിരിക്കുന്ന ദൈവം, പുരോഹിതന് മാത്രം അടുത്ത് പോകാനിരിക്കുന്ന ഒരു അവസരം. മോശയ്ക്ക് മാത്രം അടുത്ത് പോകാം, പുരോഹിതന് മാത്രം അടുത്ത് പോകാം ദൈവത്തിനടുത്ത്. ബാക്കി ജനങ്ങൾ ദൂരെ നിന്നിങ്ങനെ ദൈവത്തെ ആരാധിക്കണം. എന്നാൽ പുതിയ നിയമം വന്നതോടെ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് അടുക്കൽ വരാം. വി ക്യാൻ ഗെറ്റ് ക്ലോസ് ടു ഗോഡ്, ഡ്രോ നിയർ ടു ഗോഡ്. ദൈവം പറയാൻ നമുക്ക് കേൾക്കാം, ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. അതാണ് ഈ പുതിയ നിയമം. വി ക്യാൻ നോ ഗോഡ്, ദൈവത്തെ അറിയാം. ടോക്ക് ടു ഗോഡ്, ദൈവത്തോട് സംസാരിക്കാം. ദൈവം പറയാൻ നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. അതുമാത്രമല്ല, നിരന്തരമായ ഒരു കൂട്ടുകാരനായിട്ട്, ഹീസ് എ കോൺസ്റ്റന്റ് കമ്പാനിയൻ എവറി ഡേ ഓഫ് അവർ ലൈഫ്സ്. അതാണ് ഈ പുതിയ നിയമം. കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഈ പുതിയ നിയമം ഉണ്ടാകുന്നത്. ഒരു കാലത്ത് പഴയ നിയമത്തിൽ ദൂരെ നിന്ന ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച് പഴയ നിയമത്തെ പൂർത്തിയാക്കി പുതിയൊരു നിയമം കൊണ്ടുവന്ന് നമ്മളെ അടുത്ത് കൊണ്ടുപോകുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ ആധാരത്തിലാണ് നമുക്ക് പുതിയതൊന്ന് നൽകുന്നത്. നമുക്ക് we experience new things based on the new covenant that we have with God. Hallelujah. അത് തന്നെയാണ് നിങ്ങളെ ഇന്ന് രാവിലെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലം വരുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ 33-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഐ വിൽ എസ്റ്റാബ്ലിഷ് എ ന്യൂ കവനന്റ്. ഞാനൊരു പുതിയ നിയമം സ്ഥാപിക്കും. അത് ഈ പഴയ നിയമം പോലെയല്ല. പഴയ നിയമം സീനായ് മലയിൽ മോശയിൽ കൂടെ ദൈവ മക്കളായ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു വെളിപ്പാടാണ്. The Mosaic law, the old covenant, the old law. അത് കല്ലിന്മേൽ എഴുതിയതായിരുന്നു. On tablets of stone it was written. എന്നാൽ ഈ പുതിയ നിയമം കല്ലിന്മേൽ എഴുതിയതല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലം വരുന്നു. ഇത് വിശദമായി നമ്മൾ ചിന്തിക്കണമെങ്കിൽ എബ്രായ ലേഖനം 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം എല്ലാം നമ്മൾ വായിക്കണം. നിങ്ങൾ സമയമെടുത്ത് ഈ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. എബ്രായ ലേഖനം എഴുതിയ എഴുത്തുകാരൻ അവിടെ നല്ല വിശദീകരണം കൊടുക്കുന്നു, വ്യാഖ്യാനം കൊടുക്കുന്നു. അത് പ്രയോജനപ്പെടുത്തി തൻ്റെ ലേഖനം വായിക്കാനിരിക്കുന്ന വായനക്കാർക്ക് എഴുതുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യമാണ്. അതെല്ലാം വളരെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഈ വായനക്കാരാരാ? ഒരു കാലത്ത് യഹൂദന്മാരായിരുന്നവർ. എന്നാൽ അവർ മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ വഴിയിൽ നടക്കുന്നവരായിരുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നതോടെ, ചില എതിർപ്പുകൾ വന്നതോടെ, ചില ഓപ്പോസിഷൻ വന്നതോടെ ഈ പഴയ വഴിയിലോട്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു ആഗ്രഹം അവർക്ക് വന്ന്
മടങ്ങിപ്പോകുന്ന ഒരു ജനത്തിന് എഴുതുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനത്തിലാണ് ഈ ലേഖകൻ പറയുന്നത്, നിങ്ങൾ എന്തിനായി പഴയ നിയമത്തിലോട്ട് തിരിച്ചു പോകുന്നത്? നമുക്കതെടുത്ത് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ എടുത്ത് ഞാൻ വായിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. 8-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ, ഏതിനെ? രണ്ടാമത്തെ നിയമത്തെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അതിൽ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് രണ്ടാമത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി താൻ ഈ പഴയ നിയമം അല്ലെങ്കിൽ ഒന്നാമത്തെ നിയമത്തെ പൂർത്തിയാക്കി അതിനെ നീക്കിക്കളയുന്നു. 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനം ഈ പുതിയ നിയമത്തെക്കുറിച്ച് 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പഴയതിനെ നീക്കിക്കളയുന്നു. ആ ഒന്നാമത്തെ നിയമം നീക്കിക്കളയുന്നു, ഒന്നാമത്തെ ഉടമ്പടി നീക്കിക്കളയുന്നു. അത് ബാഹ്യമായ ഒരു ഉടമ്പടിയായിരുന്നു. പുതിയ നിയമം ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നത് ഉള്ളിൽ ലഭിക്കുന്നു. ഇറ്റ് ഈസ് എൻ ഇൻവേർഡ് തിങ്. പഴയ നിയമം കല്ലിൽ എഴുതപ്പെട്ടിരുന്നു, പുതിയ നിയമം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നു. പഴയ നിയമം വാസ് എൻ ഓൾഡ് ആൻഡ് ഇൻഫീരിയർ, നിഷ്ഫലമായ ഒരു ഉടമ്പടിയായിരുന്നു. പുതിയ നിയമമോ, ക്രിസ്തു കൊണ്ടുവരുന്ന ഈ പുതിയ നിയമം സഫലമായ, ഇറ്റ് ഈസ് എൻ ഇഫക്റ്റീവ് കവനന്റ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു വാക്യം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. എബ്രായർ 9-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ. ഞാൻ പിന്നെയും പറയുന്നു, ഈ വായനക്കാരാരാ? യഹൂദ മതത്തിലിരുന്നവർ. അവർ മാനസാന്തരപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് യേശുവിൻ്റെ വഴിയിൽ കൂടെ നടന്നവർ. എന്നാൽ ചില കാരണങ്ങൾ, ചില എതിർപ്പുകൾ കാരണം പഴയ നിയമത്തിലോട്ട് പോകുവാൻ അല്ലെങ്കിൽ പഴയ മതത്തിലോട്ട് പോകുവാൻ ആഗ്രഹമുള്ളവരാണ്. അവർക്ക് വേണ്ടിയാണ് എബ്രായ ലേഖനം എഴുതുന്നത്. അപ്പോൾ അവരോട് ഈ ലേഖകൻ ചോദിക്കുകയാണ് 9-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ, ആട്ടുകൊറ്റന്മാരുടെ കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്ന എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കൽ യാഗങ്ങൾ കഴിച്ചവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന് വഴിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ അതെല്ലാം നീക്കിക്കളഞ്ഞു. ദ വൺ സാക്രിഫൈസ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ ആ കാളകളുടെയും മറ്റേ ആടുകളുടെ യാഗം എല്ലാം നീക്കിക്കളഞ്ഞു. ഈ ഒരു പ്രവൃത്തിയാൽ, യേശു ക്രിസ്തുവിൻ്റെ ഒരു യാഗത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ശരീരം യാഗമായി തീർന്നതിനാൽ അതെല്ലാം മാറ്റിക്കളഞ്ഞു. എന്തുകൊണ്ട് പിന്നെയും ആ പഴയ മതത്തിലോട്ട് നിങ്ങൾക്ക് പോകണം? എന്തുകൊണ്ട് പിന്നെയും ആ പഴയ യാഗങ്ങളോട്ട് പോകണമെന്ന് ഈ ലേഖകൻ വായനക്കാർക്ക് ചോദിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ എടുത്ത് വായിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കുവാൻ കഴിയുന്നതല്ല. The blood of bulls and goats cannot deliver you എന്ന് ലേഖകൻ വായനക്കാർക്ക് പറയുന്നു. അത് പഴയ നിയമം. ഇറ്റ് ഇസ് ദി ഓൾഡ് കവനന്റ്. യേശു ക്രിസ്തു വന്നതോടെ പഴയ നിയമം പൂർത്തിയാക്കി പുതിയത് സ്ഥാപിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. പഴയത് ബാഹ്യമായത്, പുതിയതോ ഉള്ളിൽ വരുന്നൊരു രൂപാന്തരമാണ്. പഴയതൊരു ഇൻഇഫക്റ്റീവ്, നിഷ്ഫലമായ ഒരു ഉടമ്പടി നിയമമായിരുന്നു. എന്നാൽ പുതിയതോ ഇറ്റ്സ് എൻ ഇഫക്റ്റീവ് കവനന്റ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസികളായ നമ്മൾ പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളാണ്. വി ആർ പീപ്പിൾ ഓഫ് ദ ന്യൂ കവനന്റ്. പുതിയ ഉടമ്പടി.
ഐ ആം എ ന്യൂ കവനന്റ് മാൻ. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും പഴയ നിയമത്തിൻ്റെ വിശ്വാസികളല്ല. വി ആർ പീപ്പിൾ ഓഫ് ദ ന്യൂ കവനന്റ്, പുതിയൊരു ഉടമ്പടി. യേശു ക്രിസ്തു വന്നതോടെ പഴയ ഉടമ്പടി പൂർത്തീകരിച്ചു. ഹി ഫുൾഫിൽഡ് ഇറ്റ് ആൻഡ് ഹി ബ്രോട്ട് ഇൻ ദ ന്യൂ. ചിലർ ചിന്തിക്കുന്നത് പഴയ നിയമത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് പുതിയ നിയമം. അല്ല, പുതിയ നിയമം എന്ന് പറയുന്നത് ഇറ്റ്സ് റാഡിക്കലി ഡിഫറെൻറ്റ്. യേശു ക്രിസ്തു പഴയ നിയമത്തെ പൂർത്തിയാക്കിയ ശേഷം പുതിയ നമുക്ക് നൽകുന്നു. ഈ പുതിയ നിയമം ബാഹ്യമായതല്ല, ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എൻ്റെ ഉള്ളിൽ ഇറ്റ് ഈസ് എൻ ഇൻറ്റേർണലൈസേഷൻ ഓഫ് മൈ ഫെയ്ത്ത്. ദൈവമായിട്ട് അടുത്ത് ചെല്ലുവാനുള്ള ഒരു വഴിയാണ് ഈ പുതിയ നിയമം. പഴയ നിയമത്തിൽ എന്തുവാ? ദൈവം ദൂരെ നിൽക്കുന്നു, മോശയോട് മാത്രം സംസാരിക്കും, ഏലിയാവിനോട് മാത്രം സംസാരിക്കും, ദാനിയേലിനോട് മാത്രം സംസാരിക്കും, പുരോഹിതന്മാരോട് മാത്രം സംസാരിക്കും. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ച് കാൽവരി ക്രൂശിൽ തന്നെ ജീവൻ അർപ്പിച്ച് നമുക്കൊരു പുതിയൊരു കാര്യം നമുക്ക് ദൈവം ക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകുന്നു. എ ന്യൂ തിങ്, ഇറ്റ്സ് എ ന്യൂ കവനന്റ്. പുതിയൊരു നിയമം, പുതിയൊരു ഉടമ്പടി കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ എടുത്ത് വായിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലായിരിക്കും എഴുതുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ വരുന്നത്? നമുക്ക് അറിയാം, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ പ്രമാണത്തിൽ, പഴയ ഉടമ്പടിയിൽ നമുക്ക് 10 കൽപ്പനകൾ അറിയാം. കള്ളം പറയൽ, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, അങ്ങനത്തെ കൽപ്പനകൾ. അത് പഴയ ഉടമ്പടിയിലിരിക്കുന്ന 10 കൽപ്പനകൾ ഇല്ലേ? എന്നാൽ പുതിയ നിയമത്തിൻ്റെ ജനമായ നമ്മൾക്ക് ഇപ്പോൾ എന്തുവാ? ഈ പ്രമാണങ്ങളെല്ലാം ഉള്ളിലാണ് ദൈവം തരുന്നത്. അതെങ്ങനെയാണ് തരുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അതെടുത്ത് ഞാൻ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. വേർഡ് ബിക്കേം ഫ്ലെഷ്, ഡ്വെൽറ്റ് അമംഗ് അസ്. ആരെയാണ് കാണിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ വരുന്നു. നൗ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ മൈ ഹാർട്ട്. ഇനി കല്ലിന്മേൽ എഴുതപ്പെടുന്നതല്ല ഈ ന്യായപ്രമാണം, എൻ്റെ ഉള്ളിലാകുന്നു. അതാണ് പഴയ നിയമത്തിലിരിക്കുന്ന ആ ന്യായപ്രമാണം. എന്തുവാ? മോശയിൽ കൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാട്. പുതിയ നിയമമോ ദൈവമക്കളായ നമ്മൾക്ക് ദൈവം തരുന്ന ക്രിസ്തുവിൽ കൂടെയുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. പഴയ നിയമം ബാഹ്യമായത്, പുതിയ നിയമം ഉള്ളിലാണ്. പഴയ നിയമത്തിൽ ദൈവം ദൂരെ നിൽക്കുന്നു, പുതിയ നിയമത്തിലോ പുതിയ ഉടമ്പടിയിൽ എനിക്ക് ദൈവത്തോട് അടുത്ത് വരാം. ഐ ക്യാൻ ടോക്ക് ടു ഗോഡ്, ഐ ക്യാൻ വാക്ക് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. ഐ ക്യാൻ ലിസൺ ടു ഗോഡ്. ദൈവം പറയുന്നത് എനിക്ക് കേൾക്കാം, ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നു. അതാണ് ഈ പുതിയ നിയമം. ഈ പുതിയ നിയമത്തിൽ നടക്കുമ്പോഴാണ് ദൈവം എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ പുതിയ നിയമത്തിൻ്റെ മക്കളായി നമ്മൾ മാറുമ്പോൾ, as we become people of the new covenant, കൊല ചെയ്തതെന്ന് ആരും എന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ ദൈവം ഉള്ളിലിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ ഇനി ഒരു മനുഷ്യനെ കൊല ചെയ്യത്തില്ല. അത് 10 കൽപ്പനകളിൽ ഇരിക്കുന്നത് കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഗോഡ്സ് ലവ്
പെർസുവേഡ്സ് മീ ഫ്രം നോട്ട് കില്ലിങ് സമ്മൺ. ക്രിസ്തുവിന് സ്നേഹമുള്ള ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉള്ളിലിരിക്കുന്നു, ദൈവസ്നേഹം ഉള്ളിലിരിക്കുന്നു, സുവിശേഷം ഉള്ളിലിരിക്കുന്നു. ദ ഗോസ്പൽ ഓഫ് ഗോഡ് ഇസ് ഇൻ മീ, ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ഇസ് ഇൻ മീ. അതുകൊണ്ട് ഞാൻ കൊല ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കും, ക്ഷമിക്കും, നല്ലത് ചെയ്യും. അതാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമം ബാഹ്യമായത്. You can have something inside, show something on the outside. That is the old covenant. അത് പഴയ നിയമം, അത് പഴയ പ്രമാണം. ഈ പുതിയ പ്രമാണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായി ചെയ്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ പല വിശ്വാസികളും പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത്. പഴയ ഉടമ്പടി വിശ്വാസികളായിട്ടാണ് പലരും ജീവിക്കുന്നത്. നമ്മളെല്ലാവരും പുതിയ നിയമത്തിൻ്റെ ഇസ്രായേൽ ഗ്രഹമാണ്, പുതിയ നിയമത്തിൻ്റെ യഹൂദ ഗ്രഹമാണ് നമ്മൾ. ഹല്ലേലൂയ. വി ആർ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇസ്രായേൽ, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ജൂഡ. നമുക്ക് വേണ്ടിയാണ് ഈ പുതിയ നിയമം ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, നമുക്ക് ലഭ്യമായി തന്നു. സോ വി ഹാവ് ടു റൈസ് അപ്പ് ടു പൊസസ് വാട്ട് ജീസസ് പർച്ചേസ്ഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവരി. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ യാഗത്താൽ ലഭ്യമാക്കിയത് നമ്മൾ അവകാശമായി എടുക്കണം. വി ഹാവ് ടു ഇൻഹെറിറ്റ് ദോസ് പ്രോമിസസ്. വി ഹാവ് ടു പൊസസ് ഇറ്റ്. അത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അവകാശമാക്കണം. യേശു ക്രിസ്തു മരിച്ചതോടെ, as Jesus died, ഞാൻ ചെയ്ത പ്രവർത്തിക്ക് തിന്മ, എൻ്റെ തിന്മയെല്ലാം യേശു ക്രിസ്തുവിലേറ്റ്, യേശു ക്രിസ്തു അത് ഏറ്റെടുത്ത് തനിക്ക് വരേണ്ട നന്മ എനിക്ക് ലഭ്യമാക്കി തരുന്നു. പ്രൈസ് ഗോഡ്. അതാണ് പുതിയ നിയമത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹം. എന്തുവാ? എനിക്ക് വരേണ്ട തിന്മ യേശു ക്രിസ്തു എനിക്ക് എൻ്റെ സ്ഥാനത്ത് മരിച്ചതുകൊണ്ട് എൻ്റെ തിന്മയെല്ലാം യേശുവിൻ്റെ മേൽ വെച്ച് യേശുവിന് വരേണ്ട നന്മ എല്ലാം എനിക്ക് ലഭ്യമായി. ഹല്ലേലൂയ. The evil that was due to me was now put on Jesus, and the good that came upon Jesus is now available to me. അതാണ് പുതിയ നിയമം. I can grow closer to God. there is a tremendous inheritance. വലിയൊരു സമ്പത്താണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്തു തന്നത്. ഇറ്റ്സ് എ ന്യൂ തിങ്. ഇസ്രായേൽ ഗ്രഹത്തിന്, യഹൂദ ഗ്രഹത്തിന് പുതിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു. ഈ പുതിയ ഉടമ്പടിയിൽ കൂടെയാണ്. അതിനെക്കുറിച്ചാണ് യെരമ്യ പ്രവാചകൻ പറയുന്നത്. ഐ വിൽ ബി ദെയർ ഗോഡ്. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനമായിരിക്കും. ഹല്ലേലൂയ. അത് പുതിയ നിയമ വിശ്വാസങ്ങളെ നമ്മൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണത്. യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് എനിക്കെന്തോ ലഭിച്ചത്, എനിക്കെന്തോ അവകാശമായി ലഭിച്ചത്? പാപമോചനം. ഐ എം നോട്ട് a sinner anymore. I have the forgiveness of sin. എനിക്ക് പാപമോചനമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ശാരീരിക സൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ നീതി, ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ മേൽ, ദ റൈറ്റ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് നൗ ഓൺ മീ. അതുമാത്രമല്ല, നിത്യജീവൻ ലഭിച്ചു എനിക്ക്. അതുമാത്രമല്ല, എൻ്റെ ശാപങ്ങളെല്ലാം മാറ്റി എനിക്ക് അനുഗ്രഹങ്ങൾ വന്നു. അതുമാത്രമല്ല, സമൃദ്ധിയായ ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുമാത്രമല്ല, എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം തന്നിരിക്കുന്നു. അതുമാത്രമല്ല, ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, എന്നെ സ്വീകരിച്ചു, തൻ്റെ മകനായി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മകളായി സ്വീകരിക്കുന്നു. ഇതെല്ലാം കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ച് എനിക്ക് വേണ്ടി സമ്പാദിച്ചതാണ്. അത് ഞാൻ അവകാശമാക്കണം. വി ഹാവ് ടു ലിവ് ഇൻ ദാറ്റ് ഇൻഹെറിറ്റൻസ്. ഞാനൊരു പുതിയ മനുഷ്യനാണ്, പുതിയ സ്വഭാവം, പുതിയൊരു സൃഷ്ടി, പുതിയ പാട്ടാണ് എൻ്റെ നാവിൽ. ഹല്ലേലൂയ. പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. പുതിയൊരു ദിശയിലാണ് ഞാൻ നടക്കുന്നത്. പഴയ വഴികളിലാണ് അല്ല ഞാൻ നടക്കുന്നത്. പുതിയ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഇതാണ് എപ്പോഴാണ് നടക്കുന്നത്? when I have a new covenant with God. ആ ഒരു ഇൻഹെറിറ്റൻസിലാണ് നമ്മൾ നടക്കേണ്ടത്. ഒരു വാക്യം ഞാൻ എടുത്ത് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ മകനായ ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു.
ആ അനുഗ്രഹത്തിലാണ് നമ്മൾ നടക്കുന്നത്. വാക്ക് ഇൻ ഫൊർഗിവ്നെസ്, വാക്ക് ഇൻ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, വാക്ക് ഇൻ ദി അക്സെപ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു. വാക്ക് ഇൻ ദ ഗ്ലോറി ഓഫ് ഗോഡ്, വാക്ക് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതെല്ലാം കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചതോടെ നമുക്ക് ലഭ്യമാക്കി. ഇറ്റ് വാസ് മെയ്ഡ് അവൈലബിൾ ഫോർ അസ്. പഴയ ഉടമ്പടിയിൽ അതില്ല, പഴയ നിയമത്തിൽ അതില്ല. ദൂരെ നമ്മൾ നിൽക്കണം. പുതിയ നിയമത്തിൽ ഇതെല്ലാം ലഭ്യമാക്കി. ഇറ്റ് വാസ് ഫ്രീലി മെയ്ഡ് അവൈലബിൾ ടു അസ്. പ്രൈസ് ഗോഡ്. വി ആർ പീപ്പിൾ ഓഫ് ദ ന്യൂ കവനൻറ്റ്. ഞാൻ ഉദാഹരണം പറയാം. നമുക്ക് ഒരു കോടീശ്വരനായ അപ്പനുണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം. എന്നാൽ കോടീശ്വരനായ ഒരു അപ്പൻ നമുക്കുണ്ട്. കോടീശ്വരനായ അപ്പൻ്റെ സമ്പത്തിൽ നിന്ന് നമുക്കൊരു 2 ലക്ഷം രൂപ തന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കോടീശ്വരനാണ്. അല്ല. കോടീശ്വരനായ അപ്പൻ്റെ 2 ലക്ഷം രൂപയിൽ എന്തുവാ നിനക്ക് ലഭിച്ചത്? ചെറിയൊരു ഒരു സ്മോൾ പെർസെൻറ്റേജ് മാത്രം ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പല വിശ്വാസികളും ജീവിക്കുന്നത്. വളരെ സമ്പത്തുള്ള ദൈവത്തിൽ നിന്ന് ചെറിയത് വല്ലതും ലഭിക്കുമ്പോൾ നമ്മൾ അയ്യോ എല്ലാം ലഭിച്ചതുപോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റണം. നമുക്ക് വേണ്ടി എല്ലാം കാൽവരി ക്രൂശിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് സമ്പത്തായി നൽകിയ യേശു ക്രിസ്തു നൽകുന്ന ആ സമ്പത്തിൽ നാം നടക്കണം. വി ഹാവ് ടു വാക്ക് ഇൻ ദാറ്റ് അബണ്ടൻസ്, വാക്ക് ഇൻ ദാറ്റ് റൈച്ചസ്നെസ്, വാക്ക് ഇൻ ദാറ്റ് ഗ്രേസ്, വാക്ക് ഇൻ ദാറ്റ് ഫ്രീഡം, വാക്ക് ഇൻ ദാറ്റ് ഫൊർഗിവ്നെസ്. ഹല്ലേലൂയ. ആ പാപമോചനത്തിൽ, ആ കൃപയിൽ, ആ അനുഗ്രഹത്തിൽ, ആ സാമ്പത്തിക നന്മകൾ നാം നടക്കണം. വി ആർ പീപ്പിൾ ഓഫ് ദ ന്യൂ കവനൻറ്റ്. ഒരു കാലത്ത് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. ഞാൻ വലിയ പാപിയായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതം നടക്കുന്ന ഇൻറ്റേർണലായിരിക്കുന്ന ചില പാപങ്ങൾ, മുറുമുറുപ്പ്, അല്ലെങ്കിൽ അസൂയ, ദേഷ്യം, തെറ്റായ ചിന്തകൾ, കയ്പ്, ഇതെല്ലാം ഉള്ള പാപങ്ങളാണ്. ഈ ഒരു വിഷ്യസ് സൈക്കിളിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പാപം ചെയ്യും, ദൂരെ പോകും, ക്ഷമ ചോദിക്കും, ദൈവം എന്നെ വീണ്ടെടുക്കും, പിന്നെ ഇങ്ങനെ. ഐ എം എ മാൻ ഓഫ് ദ ന്യൂ കവനൻറ്റ്. പുതിയ നിയമത്തിൻ്റെ മനുഷ്യനാണ് ഞാൻ. ആ പാപമോചനത്തിൽ ഞാൻ നടക്കണം, ആ മഹത്വത്തിൽ ഞാൻ നടക്കണം, ആ കൃപയിൽ ഞാൻ നടക്കണം, ആ അബണ്ടൻസിൽ ഞാൻ നടക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ലഭ്യമാക്കി തന്നതാണ്. ഇറ്റ് ഹാസ് ബീൻ ഫ്രീലി ഗിവൺ ടു മീ. ഹല്ലേലൂയ. അപ്പോൾ ഞാനൊരു പുതിയ നിയമം അനുസരിക്കുന്ന മനുഷ്യനെ മാറണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? എന്നാൽ കഴിയത്തില്ല. നല്ല ചിന്ത, നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ട് എന്നാൽ കഴിയത്തില്ല. മറിച്ച് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്കെല്ലാം ലഭ്യമാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 13-ാമത്തെ വാക്യം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സെർച്ച് ഫോർ മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ വരിക, ക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക. ഞാൻ പാപിയാണ്, എൻ്റെ ജീവിതം താറുമാറാണ്, ഞാൻ പരാജയപ്പെട്ടവനാണ്. ഈ പാപ ജീവിതത്തിൽ എന്നെ വിടുവിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന് അവസാനമായിട്ടാണെന്ന് നമ്മളത് കാണുന്നത്. ഞാൻ എങ്ങനെ അങ്ങനെ ജീവിക്കും? അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം നമ്മളെടുത്ത് വായിക്കണം. അപ്പോസ്തലൻ പൗലോസ് തന്നെ അതിന് ഉത്തരമായിട്ട് നമുക്ക് പറയുന്ന കാര്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഞാനെടുത്ത് വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പുതിയ നിയമത്തിൽ എന്തുവാ? ക്രിസ്തുയേശുവിൽ ഉള്ള ആത്മാവിൻ്റെ ജീവൻ്റെ പ്രമാണത്തിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ക്രിസ്തുവേശു പഴയ നിയമം പൂർത്തിയാക്കിയ പുതിയൊരു നിയമം എനിക്ക് നൽകിയിരിക്കുന്നു. ഐ എം എ മാൻ ഓഫ് ദ ന്യൂ കവനൻറ്റ്. യു ആർ എ വുമൺ ഓഫ് ദ ന്യൂ കവനൻറ്റ്. ഹല്ലേലൂയ. പുതിയ നിയമം നമുക്ക് വേണ്ടി. അതുകൊണ്ട് അടുത്ത് പോകാം, നമുക്ക് അടുത്ത് പോകാം. ഗെറ്റ് ക്ലോസർ ടു ഗോഡ്. ഇതാണ് പുതിയ നിയമ ജീവിതം. ഹല്ലേലൂയ. കം ക്ലോസർ ടു ഗോഡ്. ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെ അടുത്ത് പോയാൽ ദൈവം നമ്മളോട് അടുത്ത് വരും. You can start walking with God. You can start talking with God. You can start listening to God. Walk in that abundance. Walk in that freedom. Hallelujah. ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ജീവിക്കണം. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പഴയ നിയമത്തിൽ എന്തുവാ? ശിക്ഷാവിധിയുണ്ട്. There is condemnation and judgment in the old covenant. പുതിയ നിയമത്തിലോ ശിക്ഷാവിധിയില്ല. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. Walk in that freedom. Walk in that forgiveness. Walk in that righteousness. Praise God. Hallelujah. Walk in that abundance. ഇതാ പുതിയതൊന്ന് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് വാക്ക് ഇൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് ലൈഫ്. രൂപാന്തരപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾ നടക്കണം. വാക്ക് ഇൻ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ. പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കൊലോസ്യ ലേഖനം 1-ാം 27-ാമത്തെ വാക്യം. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതുതന്നെയാണ് യേശു ക്രിസ്തു പ്രസംഗിച്ചു വന്നത് സുവിശേഷങ്ങളിൽ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്, മാനസാന്തരപ്പെടുവിൻ. അതായത് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ ഉള്ളിൽ കയറ്റുക. ഈ ക്രിസ്തുവിനെ വചനം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് നമ്മുടെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് രൂപാന്തരം വരും. When there is an internal change, there is also external changes in my life. അത് പുതിയ നിയമത്തിലാണ് അത് വരുന്നത്. യേശു ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ ഉള്ളിലൊരു രൂപാന്തരം, അത് വെളിയിലൊരു രൂപാന്തരം. ദൈവം നമ്മളെ പുതിയൊരു അനുസരണത്തിൽ കൂടെ നമ്മൾ നടത്തും. പുതിയൊരു പാതയിൽ കൂടെ നമുക്ക് പുതിയൊരു അനുഗ്രഹത്തിൽ കൂടെ ദൈവം നമ്മളെ നടത്തും. പുതിയൊരു ഡിറക്ഷൻ, പുതിയൊരു ദിശ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. എ ന്യൂ ഡിറക്ഷൻ, എ ന്യൂ പാത്ത്, എ ന്യൂ ലൈഫ്, എ ന്യൂ നേച്ചർ, ന്യൂ ക്രിയേഷൻസ് വി ബിക്കം, എ ന്യൂ സോങ് വി ഗെറ്റ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ന്യൂ മേഴ്സീസ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. പുതിയ കൃപകൾ, ദൈവത്തിൻ്റെ പുതിയ കൃപകൾ നമ്മൾ അനുഭവിക്കുവാൻ തുടങ്ങും. വാക്ക് ഇൻ ദാറ്റ് ന്യൂനെസ്. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തോട് അടുത്ത് ചെല്ലുക. പഴയ നിയമത്തിന് ആളുകളല്ല നമ്മൾ, പുതിയ നിയമത്തിന് ആളുകളാണ്. യേശു ക്രിസ്തുവിൽ ഇനിയൊരു ശിക്ഷാവിധിയുമില്ല. അയ്യോ പാപിയാണ് ഞാൻ, പാപിയാണ് ഞാൻ, പാപിയാണ് ഞാൻ, അങ്ങനെ പറയല്ലേ. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കിയ ആ ഇൻഹെറിറ്റൻസിൽ, ആ സ്വത്തിലാണ് നിങ്ങൾ നടക്കേണ്ടത്. We have been given a great inheritance. അതിൽ നടക്കുക നിങ്ങൾ. പിന്നെയും എബ്രായ ലേഖനം 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം നിങ്ങൾ വായിക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, ആ അധ്യായം മുഴുവനും നിങ്ങൾ വായിക്കണം. അവിടെ നമുക്കൊരു ലിവിങ് ഹോപ്പ്, റിച്ച് ഇൻഹെറിറ്റൻസ് എന്നീ വാക്കുകളാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളെടുത്തത് പിന്നെയും പിന്നെയും നിങ്ങൾ വായിക്കണം. നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്. വി ആർ പീപ്പിൾ ഓഫ് ദ ന്യൂ കവനൻറ്റ്. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ, ഒരു പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, പുതിയ സൃഷ്ടികളായി നമ്മൾ മാറുന്നു. നമ്മുടെ വായിൽ പുതിയ പാട്ട് ദൈവം നൽകുന്നു. പുതിയ കൃപകൾ ദൈവം നമുക്ക് നൽകുന്നു. വാക്ക് ഇൻ ദാറ്റ് ഫ്രീഡം, വാക്ക് ഇൻ ദാറ്റ് ന്യൂനെസ് ഓഫ് ലൈഫ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഒരു കാലത്ത് ബാഹ്യമായത് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഉള്ളിലെ രൂപാന്തരത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ലെറ്റ് ദെയർ ബി എ ചേഞ്ച് ആൻഡ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ അസ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവേ, ഞങ്ങളിലൊരു രൂപാന്തരം ഉണ്ടാകുമാറാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലൊരു രൂപാന്തരം ഉണ്ടാകട്ടെ. ലെറ്റ് ദെയർ ബി ട്രാൻസ്ഫോർമേഷൻ. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ഞങ്ങളിൽ ജീവിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ മീ, ദ ഹോളി സ്പിരിറ്റ് ഇൻ മീ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തു എന്നിലുണ്ട്, ആ സുവിശേഷം എന്നിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പുതിയ കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങും. യെസ്, ഞങ്ങളത് ആഗ്രഹിക്കുന്ന കർത്താവേ, ക്രിസ്തു എന്നിൽ, ദൈവത്തിൻ്റെ ആത്മാവെന്നിൽ വരുമ്പോൾ പുതിയ ദിശയിൽ കൂടി ഞങ്ങളുടെ ജീവിതം പോകും. ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, അങ്ങനെ തന്നെ പുതിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ആ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വരട്ടെ. ആ സമൃദ്ധിയിൽ നടക്കുവാൻ,
ആ കൃപയിൽ നടക്കുവാൻ, ഹല്ലേലൂയ, ആ പാപമോചനത്തിൽ നടക്കുവാൻ. ഹെൽപ്പ് us to walk in that forgiveness. Help us to walk in the righteousness of Christ, that Christ has won for me. Hallelujah. അതിൽ നടക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പുതിയ ചിന്ത അവരുടെ ഉള്ളിൽ പോയി അവർക്ക് കർത്താവെ ഒരു വഴിത്തിരിവ് അവർക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. Let there be a revelation of this scripture in everyone's life, I pray, Father. ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ കർത്താവെ മഹത്വപ്പെടുന്നു കർത്താവെ. ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പുതിയൊരു ചിന്ത ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുവരുവാൻ അടിയനിൽ കൂടി ദൈവം സഹായിച്ചു. ഈ പ്രസംഗം പിന്നെയും നിങ്ങൾ കേൾക്കണം. ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററിലെല്ലാം ഞങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ട്. അവിടെ എല്ലാം പോയി നിങ്ങൾ ലൈക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ സന്ദേശങ്ങൾ പിന്നെയും നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കും. ഈ ഒരു ചിന്തയിൽ തന്നെ പല ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന പല ചിന്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഇത് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ ദൈവം സഹായിക്കും. അടുത്ത ആഴ്ച നിങ്ങളെ കാണുന്നവരെ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all. See you next week. Amen.